Hello all. In this video we are going to discuss about IO modules. IO modules ne pattiyana nammal ee oru video il discuss cheyyunnathu. IO modules thanne module function and IO module structure ee rendu topics aanu nammal discuss cheyyunnathu. Okay. Main topics like പോകുന്നതിന് മുന്നേ what is an IO module എന്താണ് IO module എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം നമ്മൾ കമ്പ്യൂട്ടർ മാത്രം അതായത് CPU മാത്രം അവിടെ വെച്ചുകൊണ്ട് നിന്നുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? അതായത് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂസർ കൊടുത്തിട്ടുള്ള ഡേറ്റേനെ പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കി മാറ്റി തിരിച്ചു നൽകുക. അതാണ് കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ യൂസർ കൊടുക്കുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് യൂസർക്ക് തിരിച്ചു കൊടുക്കുന്നതാണ് കമ്പ്യൂട്ടറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. So in order to do that function, computer needs input and output devices. Okay, അപ്പോൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് IO module. IO modules യൂസ് ചെയ്തിട്ടാണ് വി ആർ കണക്റ്റിംഗ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ടു ദി കമ്പ്യൂട്ടർ. ഓക്കെ, so a computer must have a system to receive information from outside world and must be able to communicate results to external world. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ത്രൂ ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് മസ്റ്റ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് റിസൾട്ട്സ് ടു എക്സ്റ്റേണൽ വേൾഡ്. അപ്പോൾ ഈ റിസൾട്ട് ആഫ്റ്റർ പ്രോസസ്സിങ് ദ റിസൾട്ട് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി യൂസർ അല്ലേ, ഓർ ഗിവൺ ബാക്ക് ടു ദി യൂസർ. അത് അങ്ങനെ കൊടുക്കുന്നത് ഏതിലൂടെയായിരിക്കും? ഔട്ട്പുട്ട് ഡിവൈസസിലൂടെ ആയിരിക്കും. അപ്പോൾ in total, when computer wants to communicate with the user, it needs an input device, and whenever it wants to give back the result, it needs output device. Thus a computer consists of an IO system. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ഒരു IO സിസ്റ്റം നമുക്ക് ആവശ്യമുണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയും. And which consist of two basic components. രണ്ട് ബേസിക് കമ്പോണൻസ് ആണ് ഇതിലുള്ളത്. ഒന്ന് IO ഡിവൈസസും IO മോഡ്യൂൾസും. ഓക്കെ, IO ഡിവൈസസ് ആൻഡ് IO മോഡ്യൂൾസ്. ഈ IO മോഡ്യൂൾ എന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് നോട്ട് ഓൺലി കണക്ട്സ് ദി IO ഡിവൈസ് വിത്ത് ദി സിസ്റ്റം ബസ് ബട്ട് പ്ലേസ് എ വെരി ക്രൂഷ്യൽ റോൾ ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു IO ഡിവൈസിനെ സിസ്റ്റം ബസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ മാത്രമല്ല, അത് അതിൽ കൂടുതലായിട്ട് ഫങ്ഷനാലിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫങ്ഷൻസിനെ പറ്റി നമ്മൾ നോക്കുന്നുണ്ട്, അടുത്ത ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബേസിക്കായിട്ട് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് IO ഡിവൈസും നെക്സ്റ്റ് വൺ ഈസ് IO മൊഡ്യൂൾ. ഇങ്ങനെ രണ്ട് മൊഡ്യൂൾസ് രണ്ട് കമ്പോണൻസ് ആണ് IO സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. A device which is connected to an IO module of a computer is called peripheral device. അപ്പോൾ പെരിഫറൽ ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? The devices which is connected to the IO module. IO മോഡ്യൂളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസിനെ പറയുന്നതാണ് പെരിഫറൽ ഡിവൈസ് എന്ന്. IO മോഡ്യൂൾസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഡിവൈസസ് ആണ് പെരിഫറൽ ഡിവൈസ്. The input output module or IO module is normally connected to the computer system on one end and one or more input or output devices on the other end. സാധാരണ IO മോഡ്യൂളിൽ ഒരു ഭാഗത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം അതായത് CPU ആയിരിക്കും, പ്രൊസസ്സർ ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ അടുത്ത എൻഡ്, രണ്ട് എൻഡാണ് ഉണ്ടാവുക. അതിൽ ഒരു എൻഡിൽ പ്രോസസ്സറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ആൻഡ് അനദർ എൻഡ് വിൽ ബി കണക്റ്റഡ് വിത്ത് ദി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പോൾ നമുക്കതൊരു ഫിഗറിൽ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ? സിസ്റ്റം ബസ് വിൽ ബി കണക്റ്റഡ് വിത്ത് ദി പ്രൊസസ്സറും മെമ്മറി ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റം ബസ്. അപ്പം ഈ IO മോഡ്യൂളിൻ്റെ ഒരു ഭാഗം എന്താണ്? പ്രൊസസ്സറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അനദർ എൻഡ് എന്ന് പറയുന്നത് ഈ എൻഡ് എന്താണ്? ഇവിടെ നമ്മൾ പെരിഫറൽ ഡിവൈസസ് ആണ് കണക്ട് ചെയ്യുക. ഓക്കെ, ഒരു ഭാഗം പ്രൊസസ്സറായിട്ട് കണക്ട് ചെയ്യുന്ന ഇതിലൂടെ ആയിരിക്കും? സിസ്റ്റം ബസ്സിലൂടെ ആയിരിക്കും. പ്രൊസസ്സറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം, അല്ലെ മെമ്മറി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതൊക്കെ നമ്മൾ സിസ്റ്റം ബസ് യൂസ് ചെയ്തിട്ടാണ് ഈ IO മോഡ്യൂൾസ് പ്രൊസസ്സറായിട്ടായാലും മെമ്മറി ആയിട്ടായാലും ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ അനദർ എൻഡ്, അതായത് ഈ എൻഡ് ആരുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക?
പെരിഫറൽ ഡിവൈസ് വെച്ചിട്ട്. അപ്പോൾ ഇതൊരു IO മൊഡ്യൂളിന് ഒരു ഫിഗറാണ്, IO മൊഡ്യൂളിൻ്റെ ഒരു ഫിഗറാണ്. അതായത് നമുക്കൊരു ഡിവൈസ് എങ്ങനെ നമ്മൾ ഈ ഒരു പോർട്ടിലേക്കായിരിക്കും ഈ IO ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഈ പോർട്ടുകളിലേക്ക് നമ്മൾ IO ഡിവൈസസ്, അതായത് മോണിറ്ററോ പ്രിൻ്ററോ അങ്ങനെ, ഇതൊരു എക്സാമ്പിളാണ്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൊഡ്യൂൾ ഫംഗ്ഷൻ, IO മൊഡ്യൂളിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The major functions or requirements of an IO module fall into the following categories. അപ്പോൾ ഇത്രയും കാറ്റഗറി ഓഫ് ഫങ്ഷൻസ് ആണുള്ളത്. One is control and timing, processor communication, device communication, data buffering, error detection. ഇത്രയും ഫങ്ഷൻസ് ആണ് ആർക്കുള്ളത്? IO മൊഡ്യൂളിന് ഉള്ള ഫങ്ഷൻസ്. ഓക്കെ, IO മൊഡ്യൂളിൻ്റെ ഫങ്ഷൻസ് ആണ് കൺട്രോൾ ആൻഡ് ടൈമിംഗ്, processor communication, device communication, data buffering and error detection. Okay, അതിൽ ഫസ്റ്റ് വൺ control and timing. Okay, control and timing. The processor may communicate with one or more external devices depending on the program's need for IO. അപ്പോൾ നമുക്കറിയാം ഒരു പ്രൊസസ്സറിന് ഒന്നിലധികം IO ഡിവൈസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? പ്രൊസസ്സർ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രൊസസ്സർ ഒരു പ്രോഗ്രാം, ഏത് പ്രോഗ്രാമാണോ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രോഗ്രാമിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അത് ഒന്നോ അതിലധികമോ എക്സ്റ്റേണൽ ഡിവൈസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ദി ഇന്റേണൽ റിസോഴ്സസ് സച്ച് ആസ് മെയിൻ മെമ്മറി ആൻഡ് സിസ്റ്റം ബസ് മസ്റ്റ് ബി ഷെയർഡ് എമംഗ് എ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് ഡാറ്റ IO. ഓക്കെ, ഇന്റേണൽ റിസോഴ്സസ് ആയിട്ടുള്ള മെയിൻ മെമ്മറി അതുപോലെ സിസ്റ്റം ബസ് മസ്റ്റ് ബി ഷെയർഡ് എമംഗ് എ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് ഡാറ്റ IO. അതായത് നമ്മൾ ഇന്റേണൽ റിസോഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മെയിൻ മെമ്മറിയും സിസ്റ്റം ബസ്സും. ഓക്കെ, അതുപോലെ പ്രൊസസ്സറൊക്കെ ഒരു റിസോഴ്സാണ്. അപ്പോൾ ഈ റിസോഴ്സസ് അതായത് ഇപ്പോൾ ഓരോ IO ഡിവൈസസിന് നമുക്ക് ഓരോ മെമ്മറി കൊടുക്കാനും അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഉള്ള മെമ്മറി എന്ത് ചെയ്യും? ഷെയർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സിസ്റ്റം ബസ്സിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ കണ്ടിരുന്നു ഷെയറിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഷെയറിങ്ങിന് ഒരു ഡിവൈസ് ഒരു സിസ്റ്റം ബസ് യൂസ് ചെയ്യുന്ന സമയത്ത് അടുത്ത ഡിവൈസിന് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒന്നിലധികം ഡിവൈസസ് എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻറ്ററപ്റ്റ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പ്രൊസസ്സറിനും ഒക്കെ സിസ്റ്റം ബസ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വേറൊരു എക്സ്റ്റേണൽ ഡിവൈസിന് സിസ്റ്റം ബസ്സിൻ്റെ ആവശ്യം വരുമ്പോൾ അത് ഇൻറ്ററപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഇൻറ്റേർണൽ റിസോഴ്സസ് ഷെയർ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്ത് യൂസ് ചെയ്യുമ്പം എന്താണ്? ഒരു കൺട്രോൾ വേണം. അതായത് അറ്റ് ദി സെയിം ടൈം ഒന്നിലധികം ഡിവൈസസിന് സിസ്റ്റം ബസ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരേ സമയത്ത് ഒന്നിലധികം ഡിവൈസസ് ഇങ്ങനെ ആക്സസ് ചോദിക്കുകയാണെങ്കിൽ ആ ചോദിക്കുന്നതിനനുസരിച്ച് എല്ലാവർക്കും കൂടെ ഒരേ സമയം സിസ്റ്റം ബസ് ആക്സസ് കൊടുക്കാൻ പറ്റില്ല. അതായത് ആദ്യം ചോദിച്ച ആരാണോ, അല്ലെങ്കിൽ അതായത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ രീതിയിലുള്ള ആക്സസിങ് നമുക്ക് പെർമിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കൺട്രോൾ ആൻഡ് ടൈമിംഗ് സിഗ്നൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആര് പ്രൊഡ്യൂസ് ചെയ്യണം? IO മൊഡ്യൂൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ദിസ് ആൻ IO ഫംഗ്ഷൻ ഇൻക്ലൂഡ്സ് എ control and timing requirement to coordinate the flow of traffic between internal resources and external devices. Okay, അപ്പോൾ അത് ഇൻപുട്ട് ഡിവൈസസിന് സിസ്റ്റം ബസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഇപ്പോൾ മെമ്മറിക്ക് പ്രൊസസ്സറിന് എന്തെങ്കിലും ഒരു ഡാറ്റ ഒരു ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും സിസ്റ്റം ബസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഫംഗ്ഷൻ ആരുടേതാണ്? ഈ ഒരു IO മൊഡ്യൂളിൻ്റെ ഫംഗ്ഷനാണ്. നെക്സ്റ്റ് ഈസ് പ്രൊസസ്സർ കമ്മ്യൂണിക്കേഷൻ. കമാൻഡ് ഡീകോഡിംഗ്. പ്രൊസസ്സർ കമ്മ്യൂണിക്കേഷനിലുള്ള കുറച്ച് ഫങ്ഷനാലിറ്റീസ് ആണ് ഇതൊക്കെ. കമാൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്നത് the IO module accepts commands from the processor typically sent as signals on the control bus.
അപ്പോൾ IO മോഡ്യൂളിന് IO മോഡ്യൂളും പ്രോസസ്സറും തമ്മിലുള്ള IO മോഡ്യൂളും പ്രോസസ്സറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പ്രൊസസ്സർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം പ്രൊസസ്സർ എന്തായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക? സിഗ്നൽസ് ആയിട്ടാണ് IO മോഡ്യൂളിന് കമ്മ്യൂണിക്കേഷൻ IO മോഡ്യൂളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വിൽ ബി ത്രൂ സിഗ്നൽസിലൂടെയാണ് IO മോഡ്യൂളുമായിട്ട് പ്രൊസസ്സർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള, അതായത് എന്ത് കമാൻഡാണ് പ്രൊസസ്സർ തന്നത് എന്നുള്ളത് കാര്യം ഡീകോഡ് ചെയ്തെടുക്കുന്നത് ആരുടെ ഫംഗ്ഷനാണ്? IO മോഡ്യൂളിൻ്റെ ഫംഗ്ഷനാണ്. പ്രൊസസ്സറിന് എന്തൊക്കെ സിഗ്നൽ കൊടുക്കാം? റീഡ് സിഗ്നൽ കൊടുക്കാം, റൈറ്റ് സിഗ്നൽ കൊടുക്കാം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ അതൊക്കെ, അതായത് ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അത് റീഡ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണോ എന്ന കാര്യമൊക്കെ ഡീകോഡ് ചെയ്തെടുക്കുന്ന ആരാണ്? IO മോഡ്യൂളായിരിക്കും. ഓക്കെ, അതുപോലെ ഒരു ഡിസ്ക് ഡ്രൈവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഡിസ്ക് ഡ്രൈവിൽ ട്രാക്ക് സെലക്ട് ചെയ്യാനോ സെക്ടർ സെലക്ട് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെ ഒരു സെക്ടർ റീഡ് ചെയ്യുക, സെക്ടറിലേക്ക് റൈറ്റ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിഗ്നലിലൂടെയാണ് ആര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? പ്രൊസസ്സർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പക്ഷേ ഈ സിഗ്നൽ നോക്കിയിട്ട് ആ സിഗ്നൽ എന്താണ് അതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രൊസസ്സർ ഈ സിഗ്നൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കുന്നത് IO മോഡ്യൂളായിരിക്കും. Then data are exchanged between the processor and the IO module over the data bus. അപ്പോൾ നമുക്കറിയാം ഡാറ്റ ഓൾവേസ് ട്രാൻസ്ഫർ ത്രൂ ഡാറ്റ ബസ്. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഏത് വഴിയാണ്? ഡാറ്റ ബസ്സിലൂടെയാണ്. അപ്പോൾ ഡാറ്റ ആർ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ പ്രൊസസ്സർ ആൻഡ് IO മോഡ്യൂൾ ഓവർ ദി ഡാറ്റ ബസ്. IO മോഡ്യൂളിൻ്റെയും പ്രൊസസ്സറിൻ്റെയും ഇടയിലുള്ള ഡാറ്റയുടെ കമ്മ്യൂണിക്കേഷൻ വിൽ ബി ഡൺ ത്രൂ ദി ഡാറ്റ ബസ്. ഇനി സ്റ്റാറ്റസ് റിപ്പോർട്ടിംഗ്. സ്റ്റാറ്റസ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ because peripherals are so slow, it is important to know the status of the IO module. Common status signals are busy and ready. Okay, പെരിഫറൽസ് സാധാരണ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പ്രൊസസ്സറിനെ വെച്ച് നോക്കുമ്പോൾ എക്സ്റ്റേണൽ ഡിവൈസസ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി വെരി സ്ലോ, വളരെ സ്ലോ ആയിട്ടാണ് അത് വർക്ക് ചെയ്യുക. അപ്പോൾ എന്ത് വേണം? പ്രൊസസ്സർ ഇപ്പോൾ ഒരു പെരിഫറലിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബിസി ആണോ അല്ലെങ്കിൽ അത് റെഡി ആണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരായിരിക്കും? ആ സ്റ്റാറ്റസ് കൊടുക്കുന്നത് ആരായിരിക്കും? IO മോഡ്യൂളായിരിക്കും. ഓക്കെ, സപ്പോസ് ഇപ്പം പ്രൊസസ്സറിന് ഒരു ഡാറ്റ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ അതിന് പ്രിൻ്ററിൻ്റെ ആവശ്യമുണ്ട്. സോ ഇറ്റ് വിൽ റിക്വസ്റ്റ് ദി IO മോഡ്യൂൾ ഫോർ ദി പ്രിൻ്ററിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ IO മോഡ്യൂൾ എന്ത് ചെയ്യും? IO മോഡ്യൂൾ വിൽ ചെക്ക് വെദർ ദി പ്രിൻ്റർ ഇസ് ഫ്രീ ഓർ ബിസി. ഫ്രീ ആണോ ബിസി ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് അത് ഫ്രീ ആണെങ്കിൽ ആ കാര്യം പ്രൊസസ്സറിനെ അറിയിക്കും ആൻഡ് ഇറ്റ് വിൽ പ്രൊവൈഡ് ദാറ്റ് പ്രിൻ്റർ ടു ദി പ്രൊസസ്സർ. അല്ല, അത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ? അത് ബിസിയാണ്. അപ്പോൾ ആ സ്റ്റാറ്റസ് എന്ത് ചെയ്യും? പ്രൊസസ്സറിനെ അറിയിക്കുക. അതുകൊണ്ടാണ് സ്റ്റാറ്റസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അത് IO മോഡ്യൂൾ എന്ത് ചെയ്യും? ഒരു IO ഡിവൈസ് ബിസി ആണോ റെഡി ആണോ എന്നുള്ള കാര്യം പ്രൊസസ്സറിനെ അറിയിക്കും. നെക്സ്റ്റ്, അഡ്രസ് റെക്കഗ്നീഷൻ. An IO module must recognize one unique address for each peripheral it controls. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് IO മോഡ്യൂളിൽ ഒരു പെരിഫറൽ മാത്രമല്ല ഉള്ളത്, അല്ലേ? ഒരു പെരിഫറൽ ഡിവൈസ് മാത്രമല്ല കണക്ട് ചെയ്തിട്ടുള്ളൂ, ഒന്നിലധികം പെരിഫറൽ ഡിവൈസസ് ഉണ്ടാവും. സോ നമ്മൾ കുറേ എണ്ണം കണക്ട് ചെയ്ത് വെക്കുമ്പം ഓരോന്നിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് യുണീക്ക് അഡ്രസ്. ഓരോന്നിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിന് സ്വന്തമായിട്ട് ഒരു അഡ്രസ്സ് വേണം. ആ അഡ്രസ്സ് ഷെയർ ചെയ്ത് പോയാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഏത് ഡിവൈസിലേക്കുള്ളതാണ് ആ ഡേറ്റ എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാത്ത രീതിയിൽ യുണീക്കായിട്ടുള്ള അഡ്രസ്സ് പെരിഫറൽ ഡിവൈസസിന് അസൈൻ ചെയ്യുക എന്നുള്ള ഫങ്ഷനാലിറ്റിയും ആരതാണ്? IO മോഡ്യൂളിൻ്റെ ഫങ്ഷനാലിറ്റിയിൽ വരുന്നതാണ്. അതാണ് പ്രൊസസ്സർ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ. അതായത് കമാൻഡ് ഡീകോഡിംഗ്, ഡേറ്റ, സ്റ്റാറ്റസ് റിപ്പോർട്ടിംഗ്, അഡ്രസ് റെക്കഗ്നീഷൻ. അപ്പോൾ ഇതൊക്കെ IO മോഡ്യൂളിൻ്റെ ഫങ്ഷൻസിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ്, ഡിവൈസ് കമ്മ്യൂണിക്കേഷൻ. ഒരു ഡിവൈസുമായിട്ട് ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത എന്താ? പ്രൊസസ്സർ കമ്മ്യൂണിക്കേഷൻ, അതായത് പ്രൊസസ്സറും IOയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഇനി IOയും ഡിവൈസസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് നോക്കണം. അപ്പം നമുക്കറിയാം IO മോഡ്യൂളിൻ്റെ ഒരു ഭാഗത്ത് ആരാ ഉള്ളത്? പ്രൊസസ്സർ ഉണ്ട്. മറുഭാഗത്ത് ആരാ ഉള്ളത്? കുറേ ഡിവൈസസും ഉണ്ട്. അപ്പം നമ്മളിവിടെ ഫിഗറിൽ കണ്ടല്ലോ. ഇനി
IO module must be able to perform device communication. Device communication perform ചെയ്യാൻ IO module കഴിയണം. This communication involves commands, status information and data with the peripheral device. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്? കമാൻഡ്സ് പാസ് ചെയ്യുക, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കമാൻഡ് ഡീകോഡിംഗ് ഒക്കെ. അപ്പോൾ കമാൻഡ്സ് പാസ് ചെയ്യാനോ, അതുപോലെ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വെദർ ദി ഡിവൈസ് ഇസ് റെഡി ഓർ ബിസി, ആ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അതുപോലെ ഡാറ്റ ഡിവൈസസിൽ നിന്ന് ഡാറ്റ അങ്ങോട്ട് കൊടുക്കാനുണ്ടാവും, അതുപോലെ തിരിച്ച് IO മോഡ്യൂളിലേക്ക് ഡിവൈസസ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി പോസിബിൾ. ഓക്കെ, ഇനി ഡാറ്റ ബഫറിങ്. അപ്പോൾ ഡാറ്റ ബഫറിങ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയൊക്കെ ഡിസ്കസ് ചെയ്തതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഒരു പ്രൊസസ്സർ ആയാലും മെമ്മറി ആയാലും അതിൻ്റെ മെമ്മറി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പം അത് പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുമ്പോൾ മെമ്മറിനേക്കാളും പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡാണ്. അത് കഴിഞ്ഞിട്ട് മെമ്മറിനേക്കാളും ഒക്കെ എത്രയോ സ്പീഡ് കുറഞ്ഞതാണ് പെരിഫറൽ ഡിവൈസസ്. അപ്പോൾ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ സ്പീഡ് മിസ്മാച്ച് അവിടെ വരുന്നില്ലേ? അപ്പം ഈ സ്പീഡ് മിസ്മാച്ച് വരുമ്പോൾ ഇപ്പം പ്രൊസസ്സർ ഒരു ഡാറ്റ IO ഡിവൈസസിലേക്ക് കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ പ്രൊസസ്സർ വളരെ സ്പീഡിലായിരിക്കും ഡാറ്റ IOയിലേക്ക് കൊടുക്കാൻ വിചാരിക്കുന്നത്. പക്ഷെ അത്രയും സ്പീഡിൽ IO ഡിവൈസസിന് ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രൊസസ്സർ സെൻഡ് ചെയ്യുന്ന ഡാറ്റ മൊത്തം ഒരു ബഫറിൽ കീപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് IO ഡിവൈസസിന് എന്ത് ചെയ്യാം? അത് പതുക്കെ അതിന് കഴിയുന്നത്ര സ്പീഡിൽ അവിടുന്ന് പതുക്കെ എടുത്താൽ മതി. അപ്പോൾ അതിനാണ് ഡാറ്റ ബഫറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ മെയിൻ മെമ്മറിയും ഡിവൈസസും ഉള്ള കമ്മ്യൂണിക്കേഷനിലും ഇത് തന്നെ ആയിരിക്കും സ്ഥിതി. അതായത് പെരിഫറൽ ഡിവൈസസ് സ്പീഡ് കുറഞ്ഞതാണ്, പക്ഷേ ഈ ബാക്കിയുള്ള മെയിൻ മെമ്മറി ആയാലും പ്രൊസസ്സർ ആയാലും ഹൈ സ്പീഡാണ്. അപ്പോൾ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രൊസസ്സറൊക്കെ ഹൈ സ്പീഡിൽ കൊടുക്കുന്ന ഡാറ്റ ഈ പെരിഫറൽ ഡിവൈസസിന് ആക്സസ് ചെയ്യാൻ പതുക്കെ അതിന് ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് ഇവർ ഔട്ട്പുട്ട് ചെയ്യുന്ന ഡാറ്റ എന്ത് ചെയ്യും? ഒരു ബഫറിൽ അവിടെ കീപ്പ് ചെയ്യും. ആ ബഫറിന് പതുക്കെ ഈ എക്സ്റ്റേണൽ ഡിവൈസസ് ഡാറ്റ എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ദി ട്രാൻസ്ഫർ റേറ്റ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് മെയിൻ മെമ്മറി ഓർ ദി പ്രൊസസ്സർ ഇസ് ക്വൈറ്റ് ഹൈ, ബട്ട് ദ റേറ്റ് ഇസ് ലോവർ ഫോർ മെനി പെരിഫറൽ ഡിവൈസസ്. പെരിഫറൽ ഡിവൈസസിൻ്റെ സ്പീഡ് വളരെ കുറവായിരിക്കും. ഡേറ്റ കമ്മിങ് ഫ്രം മെയിൻ മെമ്മറി ആർ സെൻഡ് ടു IO മൊഡ്യൂൾ ഇൻ എ റാപ്പിഡ് ബേസ്റ്റ്. എന്ന് പറഞ്ഞാൽ ഈ മെയിൻ മെമ്മറി എന്നൊക്കെ വരുന്ന അല്ലെങ്കിൽ പ്രൊസസ്സറിന് വരുന്ന ഡാറ്റ എന്ത് ചെയ്യും? IO മൊഡ്യൂളിലേക്ക് ആ സ്പീഡിൽ കൊടുക്കാം. IO മൊഡ്യൂൾ സ്പീഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം മെയിൻ മെമ്മറിക്ക് അപ്പോൾ ഒരു പ്രശ്നം വരുന്നില്ല. മെയിൻ മെമ്മറിക്ക് അത് ഔട്ട്പുട്ട് ചെയ്യുന്ന സ്പീഡ് തന്നെ എവിടേക്ക് കൊടുക്കാം? IO മൊഡ്യൂളിലേക്ക് കൊടുക്കാം. ആൻഡ് ഡാറ്റ ആർ ബഫേർഡ് ഇൻ ദ IO മൊഡ്യൂൾ. ഡാറ്റ അവിടെ എന്ത് ചെയ്യും? ബഫർ ചെയ്ത് വെക്കും IO മൊഡ്യൂളിൽ. ആൻഡ് ദെൻ സെൻഡ് ടു ദി പെരിഫറൽ ഡിവൈസ് അറ്റ് ഇറ്റ്സ് ഡേറ്റ റേറ്റ്. അപ്പം പെരിഫറൽ ഡിവൈസിന് അതിൻ്റെ ഡാറ്റ സ്പീഡിനനുസരിച്ച് IO മൊഡ്യൂളിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ IO മൊഡ്യൂളിന് രണ്ട് രീതിയിൽ വർക്ക് ചെയ്യണം. ഇവിടെ എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയിൽ നിന്ന് ഹൈ സ്പീഡിൽ ഡാറ്റ ആക്സസ് ചെയ്യുകയും വേണം, അതുപോലെ പെരിഫറൽ ഡിവൈസസിലേക്ക് സ്ലോ സ്പീഡിൽ ഡാറ്റ കൊടുക്കുകയും വേണം. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. അപ്പോൾ ഇതെന്താണ്? സോ IO മൊഡ്യൂൾ മസ്റ്റ് ബി ഏബിൾ ടു ഓപ്പറേറ്റ് അറ്റ് ബോത്ത് ഡിവൈസസ് ആൻഡ് മെമ്മറി സ്പീഡ്. ഡിവൈസ് സ്പീഡിന്, അതായത് പെരിഫറൽ ഡിവൈസിൻ്റെ സ്പീഡിലും മെമ്മറീൻ്റെ സ്പീഡിലും ആര് വർക്ക് ചെയ്യേണ്ടി വരും? IO മൊഡ്യൂൾ വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഡാറ്റ ബഫറിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി എറർ ഡിറ്റക്ഷൻ. അപ്പോൾ IO മൊഡ്യൂളിൻ്റെ വേറൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഇത്, എറർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ IO മൊഡ്യൂൾ ഇസ് ഓഫൻ റെസ്പോൺസിബിൾ ഫോർ എറർ ഡിറ്റക്ഷൻ ആൻഡ് ഫോർ സബ്സീക്വൻ്റ്ലി റിപ്പോർട്ടിംഗ് എറേഴ്സ് ടു ദി പ്രൊസസ്സർ. പ്രൊസസ്സറിന് എറർ റിപ്പോർട്ട് ചെയ്യണം, ഡിറ്റക്ട് ചെയ്തിട്ട് പ്രൊസസ്സറിനോട് എറർ ഡിറ്റക്ട് ചെയ്യണം. One class of errors include mechanical and electrical malfunctions reported by the device. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്താ? ഒരു ടൈപ്പ് ഓഫ് എറേഴ്സ് എന്താ? മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ മാൽഫങ്ഷൻ. എന്തെങ്കിലും മെക്കാനിക്കൽ ആയിട്ടുള്ളതോ ഇലക്ട്രിക്കൽ ആയിട്ടുള്ളതോ അങ്ങനത്തെ എന്തെങ്കിലും മാൽഫങ്ഷൻ ഡിറ്റക്ട് ചെയ്താൽ അത് പ്രൊസസ്സറിന് റിപ്പോർട്ട് ചെയ്യാം. അതിന് എക്സാമ്പിൾസ് ആണ് പേപ്പർ ജാം. നമ്മൾ പ്രിൻ്റർ വർക്ക് ചെയ്യുന്ന പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് പേപ്പർ ജാം എന്ന് പറഞ്ഞ മെസ്സേജ് വരലില്ലേ?
അപ്പോൾ ആ മെസ്സേജൊക്കെ അതുപോലെ ബാഡ് ഡിസ്ക് ട്രാക്ക്, അതുപോലെ എന്താണ് പേപ്പർ ഇല്ലാത്ത കേസ് വരുന്ന പേപ്പർ ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞൊക്കെ മെസ്സേജ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മെസ്സേജസ് ഒക്കെ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? IO മൊഡ്യൂളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് പ്രൊസസ്സറിന് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു എറർ ഉണ്ട് എന്നുള്ള കാര്യം പ്രൊസസ്സറിന് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ പ്രൊസസ്സറാണ് നമ്മൾ ആ ഒരു മോണിറ്ററിലേക്ക് ഈ ഒരു മെസ്സേജ് കാണിച്ചു തരുന്നത്. ഓക്കെ, another class consists of unintentional changes to the bit pattern as it is transmitted from device to IO module. ഇനി അടുത്ത സെറ്റ് ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മൾ ഡിവൈസിന് IO മൊഡ്യൂളിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പം എന്തെങ്കിലും ബിറ്റ് പാറ്റേണിലോ അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു കോഡ്, അതായത് ആസ്കി കോഡിലൊക്കെ ആയിരിക്കും ഡാറ്റ സെൻഡ് ചെയ്യുക. അപ്പോൾ ഈ കോഡിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ ഡാറ്റ തന്നെ ചേഞ്ച് ആയി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള എറേഴ്സ്, ബിറ്റ് പാറ്റേണിലുള്ള എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ആർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം? IO മൊഡ്യൂളിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം. അത് IO മൊഡ്യൂൾ ഡിറ്റക്ട് ചെയ്തോളും. അപ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി അത് പാരിറ്റി ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പാരിറ്റി ബിറ്റിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്. അപ്പോൾ ഇങ്ങനെ എറർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ ട്രാൻസ്മിഷൻ ടൈമിലുള്ള എറർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പാരിറ്റി ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പാരിറ്റി ബിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 7 ബിറ്റ് ആസ്കി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 8th ബിറ്റ് യൂസ് ചെയ്യും. 7 ബിറ്റ് ആസ്കി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു എക്സ്ട്രാ ബിറ്റും കൂടെ, എക്സ്ട്രാ ബിറ്റിന് പറയുന്ന പേരാണ് പാരിറ്റി ബിറ്റ് എന്ന്. അപ്പോൾ പാരിറ്റി ബിറ്റിൽ നമുക്ക് ഈവൻ പാരിറ്റി, ഓഡ് പാരിറ്റി, അങ്ങനെ 2 ടൈപ്പ് പാരിറ്റി ബിറ്റ്സ് ആണുള്ളത്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈവൻ പാരിറ്റി എന്ന് പറയുമ്പം നമ്പർ ഓഫ് ബിറ്റ്സ് ഈവൻ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെ നമ്പർ ഓഫ് ബിറ്റ്സ് ഓഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരിറ്റി ബിറ്റ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഡിജിറ്റൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എറർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ആരുടെ ഫംഗ്ഷനാണ്? IO മൊഡ്യൂളിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ 2 ടൈപ്പ് എറേഴ്സ് ഇത് ഡിറ്റക്ട് ചെയ്യും. മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എറേഴ്സും അതുപോലെ unintentional changes to the bit pattern while transmitting the data from device to IO module. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് IO മൊഡ്യൂളിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു IO മൊഡ്യൂളിൻ്റെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം, IO മൊഡ്യൂൾ ഇൻ്റർഫേസ് ടു ദി സിസ്റ്റം ബസ്. ഇങ്ങനെ സിസ്റ്റം ബസ്സിലേക്ക് കണക്ട് ചെയ്യും. സിസ്റ്റം ബസ്സസ് ഏതൊക്കെയാണ്? ഡാറ്റാ ബസ്, അഡ്രസ് ബസ് ആൻഡ് കൺട്രോൾ ബസ്. ഓക്കെ, സിസ്റ്റം ബസ്സിൽ വരുന്ന ലൈൻസ് ഏതൊക്കെയാണ്? അഡ്രസ് ബസ്, ഡാറ്റാ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ്. അപ്പോൾ ഇതൊക്കെ എവിടേക്കായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക? സിസ്റ്റം ബസ് പ്രൊസസ്സറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ മെമ്മറിയിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ IO മൊഡ്യൂളിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു, IO മൊഡ്യൂളിൻ്റെ ഒരു പാർട്ട് എവിടെ കണക്റ്റഡ് ആയിരിക്കും? പ്രൊസസ്സറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് അനദർ പാർട്ട് എവിടെ ആയിരിക്കും? എക്സ്റ്റേണൽ ഡിവൈസ്. കണ്ടോ, ഇൻ്റർഫേസ് ടു ദി എക്സ്റ്റേണൽ ഡിവൈസ്, എക്സ്റ്റേണൽ ഡിവൈസസ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇന്റേണൽ, ഇത് IO മൊഡ്യൂളാണ്. IO മൊഡ്യൂളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. നമുക്ക് ഡാറ്റ രജിസ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റാറ്റസ് കൺട്രോൾ രജിസ്റ്റേഴ്സ്, പിന്നെ IO ലോജിക് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എക്സ്റ്റേണൽ ഡിവൈസ് ഇൻ്റർഫേസ് ലോജിക്. ഇത് ഓരോ ഡിവൈസിനും ഉണ്ടാവും. എക്സ്റ്റേണൽ ഡിവൈസ് ഇൻ്റർഫേസ് എത്ര ഡിവൈസസ് ആണോ കണക്ട് ചെയ്തിട്ടുള്ളത് അത്രയും എന്തുണ്ടാവും? എക്സ്റ്റേണൽ ഡിവൈസ് ഇൻ്റർഫേസ് ലോജിക് ഉണ്ടാവും. അതിൽ എന്തുണ്ട്? ഡാറ്റ, കൺട്രോൾ, സ്റ്റാറ്റസ്, ഇത് 3 ലൈൻസ് പോകുന്നുണ്ട്. അപ്പം ഈ ഡാറ്റ ലൈൻസ് എന്തിനു വേണ്ടിയിരിക്കും? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ, അതായത് IO ഡിവൈസിലേക്ക്. IO ഡിവൈസ്, പെരിഫറൽ ഡിവൈസസ് ആണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡാറ്റ ലൈൻസിലൂടെ നമുക്ക് പെരിഫറൽ ഡിവൈസിൽ നിന്ന് IO മൊഡ്യൂളിലേക്കും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം, IO മൊഡ്യൂളിൽ നിന്ന് പെരിഫറൽ ഡിവൈസസിലേക്കും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. ഈ സ്റ്റാറ്റസ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെദർ ദി പെരിഫറൽ ഡിവൈസ് ഇസ് ബിസി ഓർ റെഡി, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റസ്. അതുപോലെ ഈ കിട്ടുന്ന സ്റ്റാറ്റസ് ആയിരിക്കും IO ഡിവൈസ് ആർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്? പ്രൊസസ്സറിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ആ പെരിഫറൽ ഡിവൈസ് ഫ്രീ ആണെങ്കിൽ ആ കാര്യം റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ബിസി ആണെങ്കിൽ ആ കാര്യം റിപ്പോർട്ട് ചെയ്യും. പിന്നെ കൺട്രോൾ ലൈൻസ് എന്ന് പറയുന്നത് എന്താ? റീഡ് കൺട്രോൾ ആണോ, റീഡ് ഓപ്പറേഷൻ ആണോ പെർഫോം ചെയ്യേണ്ടത്, റൈറ്റ് ഓപ്പറേഷൻ ആണോ പെർഫോം ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് കൺട്രോൾ സിഗ്നൽസിലൂടെ കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ എക്സ്റ്റേണൽ ഡിവൈസ് ഇൻ്റർഫേസ് ലോജിക്ക് ഓരോ സിസ്റ്റത്തിനും, പിന്നെ ഓരോ പെരിഫറൽ ഡിവൈസിനും ഉണ്ടായിരിക്കും. ഓക്കെ, the module connects to the rest of the computer through a set of signal lines. Okay, ഈ മൊഡ്യൂൾ
ബാക്കിയുള്ള കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് എന്തിലൂടെയാണ്? സിഗ്നൽ ലൈൻസ്, അതായത് സിസ്റ്റം ബസ് ലൈൻസിലൂടെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു സിസ്റ്റം ബസ് ലൈൻസിലൂടെയാണ് ഡാറ്റ ലൈൻസ്, അഡ്രസ് ലൈൻസ്, കൺട്രോൾ ലൈൻസ് ഇതുമായിട്ടാണ് ബാക്കി പോർഷൻ ആയി കണക്ട് ചെയ്തിട്ടുള്ളത്. ഡാറ്റ ട്രാൻസ്ഫർ ടു ആൻഡ് ഫ്രം ദി മൊഡ്യൂൾ ആർ ബഫേർഡ് ഇൻ വൺ ഓർ മോർ ഡാറ്റ രജിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ IO മൊഡ്യൂളിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താ? ഡാറ്റ ബഫറിങ്. അപ്പോൾ ഈ ഡാറ്റ എവിടെ ബഫർ ചെയ്ത് വെച്ചിട്ടുള്ളത്? ഡാറ്റ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ ബഫർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒന്നിലധികം ഡാറ്റ രജിസ്റ്റേഴ്സ്, ഇവിടെ ഒന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ബട്ട് വി ക്യാൻ ഹാവ് വൺ ഓർ മോർ ദാൻ വൺ ഡാറ്റ രജിസ്റ്റേഴ്സ്. മോർ ദാൻ വൺ ഡാറ്റ രജിസ്റ്റേഴ്സ് ഉണ്ടാവും, എന്നാലേ ബൾക്ക് എമൗണ്ട് ഓഫ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ്. ഓക്കെ, അപ്പം വൺ ഓർ മോർ ഡാറ്റ രജിസ്റ്റേഴ്സ് ഉണ്ട് എവിടെ? IO മൊഡ്യൂളിൽ. എന്നാൽ അത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഫോർ ബഫറിങ്, ഡാറ്റ ബഫറിങ്ങിന് വേണ്ടിയാണ് ഡാറ്റ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. There may also be one or more status registers that provide current status information. അതുപോലെ സ്റ്റാറ്റസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് we can have status information register. ഓക്കെ, സ്റ്റാറ്റസ് ഇൻഫർമേഷൻ രജിസ്റ്റേഴ്സ് ഉണ്ടാവും. അതൊക്കെ ആരാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ IO മൊഡ്യൂൾ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു എക്സ്റ്റേണൽ ഡിവൈസിൻ്റെ സ്റ്റാറ്റസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ IO ലോജിക് എന്ത് ചെയ്യും? ഇവിടെ സ്റ്റാറ്റസ്, ആ ഒരു ഡിവൈസിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, a status register may also function as a control register. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ സ്റ്റാറ്റസ് ഓർ കൺട്രോൾ രജിസ്റ്റർ എന്നാണുള്ളത്. അപ്പോൾ സ്റ്റാറ്റസ് രജിസ്റ്റർ എന്തുമായിട്ട് ഫംഗ്ഷൻ ചെയ്യാം? ഏതിൻ്റെ ഫംഗ്ഷനും കൂടി അതിനുണ്ട്? കൺട്രോൾ രജിസ്റ്ററിൻ്റെ ഫംഗ്ഷനും കൂടി ഉണ്ട്. ടു ആക്സെപ്റ്റ് ഡീറ്റെയിൽ കൺട്രോൾ ഇൻഫർമേഷൻ ഫ്രം ദി പ്രൊസസ്സർ. അപ്പോൾ പ്രൊസസ്സർ എന്തെങ്കിലും കൺട്രോൾ ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ കൺട്രോൾ ഇൻഫർമേഷനും നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യാം? സ്റ്റാറ്റസ് ഓർ കൺട്രോൾ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. The logic within the module interacts with the processor via a set of control lines. അപ്പോൾ ഈ IO logic എന്ന് പറയുന്ന അതാണ് ഇവിടെ പറഞ്ഞത്. The logic within the module interacts with the processor. പ്രൊസസ്സറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഏത് വഴിയാണ്? ത്രൂ എ സെറ്റ് ഓഫ് കൺട്രോൾ ലൈൻസ്. കൺട്രോൾ ലൈൻസും അഡ്രസ് ലൈൻസും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു IO ലോജിക് പ്രൊസസ്സറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, the processor uses the control lines to issue commands to the IO module. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രൊസസ്സർ കുറച്ച് സിഗ്നൽസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? IO മൊഡ്യൂളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എന്താണ് യൂസ് ചെയ്യുന്നത്? കൺട്രോൾ ലൈൻസ്. കൺട്രോൾ ലൈൻസിലൂടെയാണ് കൺട്രോൾ സിഗ്നൽസ് പോവുക. അപ്പോൾ പ്രൊസസ്സർ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദി IO മൊഡ്യൂൾ ത്രൂ കൺട്രോൾ ലൈൻസ്. അപ്പോൾ ഈ കൺട്രോൾ ലൈൻസിലൂടെ എന്താണ് പോകുന്നത്? കമാൻഡ്സ് ആണ് പോവുക, കൺട്രോൾ സിഗ്നൽസ് ഓർ കമാൻഡ്സ്. The module must also be able to recognize and generate address associated with the device it controls. അപ്പോൾ അഡ്രസ് ജനറേഷൻ എന്ന് പറയുന്നത് IO മൊഡ്യൂളിൻ്റെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. The module must be able to recognize and generate address associated with the device it controls. അപ്പോൾ ഇവിടെ കുറേ പെരിഫറൽ ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഇപ്പം പ്രൊസസ്സർ ഏതെങ്കിലും ഒരു റൈറ്റ് ഓപ്പറേഷൻ ഏതെങ്കിലും ഒരു ഡിവൈസിലേക്ക്, പെരിഫറൽ ഡിവൈസിലേക്ക് റൈറ്റ് ഓപ്പറേഷൻ കൊടുക്കുകയാണെങ്കിൽ ഏത് ഡിവൈസിലേക്കാണോ ആ റൈറ്റ് ഓപ്പറേഷൻ കൊടുക്കേണ്ടത് ആ ഒരു ഡിവൈസിൻ്റെ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ചുമതല ആർക്കാണ്? IO ഡിവൈസസിനാണ് അത് ആ ഡ്യൂട്ടി ഉള്ളത്. IO module contains logic specific to interface with each device that it controls. അപ്പോൾ അതാണ് നമ്മളിവിടെ പറഞ്ഞത്. എത്ര ഡിവൈസ് ഉണ്ടോ അത്രയും എക്സ്റ്റേണൽ ഡിവൈസ് ഇൻ്റർഫേസ് ലോജിക്ക് എവിടെ ഉണ്ടാവും? IO മൊഡ്യൂളിൽ ഉണ്ടാവും. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ ഡിവൈസിനും പ്രത്യേകിച്ച് ഡാറ്റ ആൻഡ് കൺട്രോൾ സിഗ്നൽസ് വേണം. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ ആ സ്പെസിഫിക് ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഓരോ എന്ത് വേണം? contains logic specific to the interface with each device that it controls. Okay. ഇനി IO module, an IO module that takes on most of the detailed processing burden and providing a high level interface to the processor is usually referred to as IO channel or IO processor. അപ്പോൾ നമ്മൾ ഈ IO മൊഡ്യൂളിൽ തന്നെ രണ്ട് ടൈപ്പ് IO മൊഡ്യൂൾസ് ഉണ്ട്. ഒന്ന് പറയുന്നത് IO ചാനൽ ഓർ IO പ്രൊസസ്സർ. അതായത് ഇതിന് ഒരു ഫങ്ഷനാലിറ്റി കൂടുതലായിരിക്കും. IO പ്രൊസസ്സറിന് IO മൊഡ്യൂളിൻ്റെ കേസ് തന്നെയാണ് പറയുന്നത്. IO മൊഡ്യൂളിൽ ഫങ്ഷനാലിറ്റീസ് കൂടുതലുള്ള IO മൊഡ്യൂൾസിനെ നമ്മൾ
ഒരു പേര് കൊടുത്ത് വിളിക്കുന്നതാണ് എന്ത് IO ചാനൽ ഓർ IO പ്രൊസസ്സർ എന്ന് പറയുന്നത്. അതായത് ഒരുവിധം പ്രോസസ്സിംഗ് ഒക്കെ ഇത് ഈ IO മൊഡ്യൂൾ ചെയ്തോളും. പ്രൊസസ്സറിന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒരു റീഡ് ഓർ റൈറ്റ് ആ ഒരു സിഗ്നൽ മാത്രം കൊടുത്താൽ മതി. ബാക്കി എല്ലാ ഫങ്ഷൻസും ഇതിന് വേണ്ടിയിട്ടുള്ള റീഡും റൈറ്റും ചെയ്യാനുള്ള എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നത് ആരായിരിക്കും, IO മൊഡ്യൂൾ. അതായത് ഇതിൻ്റെ ഫങ്ഷനാലിറ്റീസ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള IO മൊഡ്യൂളിനെ പറയുന്നതാണ് എന്ത്, IO ചാനൽസ് ഓർ IO പ്രൊസസ്സർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറി ഏതാ, IO കൺട്രോളർ ഓർ ഡിവൈസ് കൺട്രോളർ. ഇത് ബേസിക് ആയിട്ടുള്ള IO മൊഡ്യൂൾ. ബേസിക് ആയിട്ടുള്ള IO മൊഡ്യൂൾ, അതായത് ഇതിന് ഒരു പ്രോസസ്സിംഗ് കേപ്പബിലിറ്റിയോ അഡീഷണൽ ഫങ്ഷനാലിറ്റീസ് ഒന്നുമില്ല. ജസ്റ്റ് എന്താണ്, ഒരു പ്രിമിറ്റീവ് വേർഷൻ ആണ്. അപ്പം അങ്ങനെയുള്ള IO മൊഡ്യൂളിനെ പറയുന്നതാണ് IO കൺട്രോളർ. ജസ്റ്റ് ഒരു ഡിവൈസ് കൺട്രോൾ ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇതിന് ഒരു പ്രോസസ്സിംഗ് പവറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ വി ക്യാൻ ഹാവ് 2 types of IO modules. One is called this one, IO channel or IO processor, and another one is IO controller or device controller. അപ്പോൾ ഇങ്ങനെ 2 കാറ്റഗറി ഓഫ് IO modules ഉണ്ട്. ഒന്നിന് എന്താണ്, അതിന് പ്രോസസ്സിംഗ് കേപ്പബിലിറ്റിയും നല്ല ഹൈ ഫങ്ഷനാലിറ്റീസും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അതിനെ IO പ്രൊസസ്സർ എന്ന് തന്നെ വിളിക്കുന്നത്. IO പ്രൊസസ്സർ, ഇൻപുട്ട് ഔട്ട്പുട്ട്. നമ്മൾ CPU അല്ല പറയുന്നത്, ഇത് IO ഡിവൈസസിൻ്റെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് IO പ്രൊസസ്സർ. ഓക്കെ, മറ്റേത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്, അതാണ് മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് IO ഡിവൈസസിൻ്റെ കാര്യങ്ങൾ ഒക്കെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് IO പ്രൊസസ്സർ എന്ന് പറയുന്നത്. ഇത് സെക്കൻഡ് കാറ്റഗറി എന്താ, IO കൺട്രോളർ. ജസ്റ്റ് ഒരു കൺട്രോളർ ഡിവൈസ് കൺട്രോളർ ആയിട്ട് മാത്രം വർക്ക് ചെയ്യുന്നു. ഇതിന് ഫങ്ഷനാലിറ്റീസോ അങ്ങനത്തെ പ്രോസസ്സിംഗ് കേപ്പബിലിറ്റീസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, IO controllers are commonly seen on microcomputers. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് കാറ്റഗറി എവിടെ കാണാൻ പറ്റും, മൈക്രോ കമ്പ്യൂട്ടേഴ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സെക്കൻഡ് കാറ്റഗറി ഓഫ് IO മൊഡ്യൂളാണ്. അതായത് അതിനെ ഈ മൈക്രോ കൺട്രോളറിലുള്ള മൈക്രോ കമ്പ്യൂട്ടേഴ്സിലുള്ള IO മൊഡ്യൂളിനെ നമുക്ക് എന്ത് പറയാം, IO കൺട്രോളർ എന്ന് പറയാം. അതേസമയം മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള IO മൊഡ്യൂളിനെ നമുക്ക് IO പ്രൊസസ്സർ എന്നും പറയാം. ഓക്കെ, മൈക്രോ കമ്പ്യൂട്ടറിലുള്ള IO മൊഡ്യൂളിനെ നമുക്ക് എന്ത് വിളിക്കാം, IO കൺട്രോളേഴ്സ് എന്ന് പറയാം. അതേസമയം മെയിൻ ഫ്രെയിമിലുള്ള IO മൊഡ്യൂളിനെ പറയുന്നത്, അതായത് മെയിൻ ഫ്രെയിമിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഫങ്ഷനാലിറ്റി വേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള അവിടെയുള്ള IO മൊഡ്യൂളിനെ നമുക്ക് IO ചാനൽ ഓർ IO പ്രൊസസ്സർ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു സെഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.